തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ ക്രൂര കൊലപാതകത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് 3 ആഴ്ച മുൻപ് മുതൽ തുടർച്ചയായി ശാരീരിക പീഡനം ഏറ്റിരുന്നതായി പോലീസിന്റെ കണ്ടെത്തൽ. ശരീരത്തിലുണ്ടായിരുന്നത് 50 മാരക മുറിവുകൾ. ഇത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും തകരാറിലാക്കി. തലയോട്ടിക്കുള്ളിൽ പലയിടങ്ങളിലായി നീർക്കെട്ടുണ്ടായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കൃത്യത്തിൽ കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ തനിച്ചാണോ പങ്കാളിയായതെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ആ പിഞ്ചു കുഞ്ഞിന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് ഇയാൾ ഈ അമ്മയുടെ കാമുകൻ ക്രൂരകൃത്യം നടത്തിയത്, കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തലുള്ളത്. 50 മാരക മുറിവുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അമ്മയ്ക്കും ഇതേക്കുറിച്ച് കൃത്യമായി പങ്കുണ്ടായിരുന്നു. ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള സഹായം ഈ അമ്മയും നൽകിയിട്ടുണ്ടോ? പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ്റെ ക്രൂര കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പോലീസിൻ്റെ പരിശോധനയിൽ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ആ കൊലപ്പെടുത്തുന്നതിന് 3 ആഴ്ച മുമ്പ് മുതൽ തന്നെ ഈ കുഞ്ഞിനോട് ശാരീരികമായി വളരെയധികം പീഡനമേൽക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു അഷ്കറിൻ്റേത്. രണ്ടാനച്ഛനായ അഷ്കർ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുന്നതിന് മൗനാനുവാദം നൽകിയത് അഖിലയാണെന്നും, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ അഖിലയാണെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അഖില ഒരു ഡാൻസ് പരിപാടിക്കുന്ന പേരിൽ കേരളം വിട്ട് മറ്റൊരിടത്തേക്ക് പോയത് അഖിലിന് ഈ കൃത്യം നടത്തുന്നതിനുള്ള സൗകര്യം, അഷ്കറിന് ഈ കൃത്യം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് വിശദമായ പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ ക്രൂരമായ പീഡനം നടത്തിയത് ഈ അഷ്കർ തനിച്ചാണ് എന്ന കാര്യം പോലീസ് ഉറപ്പിക്കുന്നു. അതേസമയം ഇതിനെല്ലാം കഴിഞ്ഞ 3 ആഴ്ചയായി ഈ അമ്മ അഖിലയും സാക്ഷിയാകുന്നുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഈ അമ്മ ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും സ്വാഭാവികമായി അതിലെ ഏറ്റവും ഗൗരവതരമേറിയ വകുപ്പുകൾ ചുമത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പോലീസിനെ, നിയമ സംവിധാനങ്ങളെ കൃത്യമായ സമയത്ത് ഈ ശാരീരിക പീഡനം ഏൽപ്പിക്കുന്ന കാര്യം അറിഞ്ഞിട്ടും അത് പോലീസിനെ അറിയിക്കാതിരുന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നിയമപരമായ നടപടികൾ ഈ അമ്മയ്ക്കും നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം ഫോറൻസിക് സർജൻ ചൂണ്ടിക്കാണിക്കുന്നത് ബാഹ്യ ശരീരത്തിൽ മാത്രം 52 ഇടങ്ങളിലായിരുന്നു മാരകമായി മുറിവേറ്റിരുന്നത്. ആന്തരിക അവയവങ്ങളിലെ പരിക്കുകൾ വേറെയാണ്. 6 വാരിയലുകൾ പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. അതോടൊപ്പമാണ് തലയോട്ടിക്കുള്ളിൽ 5 ഇടങ്ങളിൽ ആന്തരികമായി മുറിവേറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഫോറൻസിക് സർജൻ പോലീസിനോട് പങ്കുവച്ചിരിക്കുന്നത്. അതിനിടെ ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് SC/ST അട്രോസിറ്റീസ് ആക്ട് കൂടി, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഇത്തരം വകുപ്പ് ചുമത്തിക്കഴിഞ്ഞാൽ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകേണ്ടത് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണ ചുമതല നെടുമങ്ങാട് പോലീസിൽ നിന്ന് നെടുമങ്ങാട് DYSP ഏറ്റിരിക്കുകയാണ്. നെടുമങ്ങാട് DYSPയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടക്കുക. എന്തായാലും ഈ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മുത്തച്ഛൻ സുനിൽകുമാറിന് ഈ കുഞ്ഞിനെ കഴിഞ്ഞ ആസൂത്രിതമായ ആയിരുന്നോ? ഇയാൾ പറഞ്ഞത് ഭക്ഷണം കൊടുത്തപ്പോൾ അത് കഴിച്ചില്ല, കുഞ്ഞ് കരഞ്ഞു, അതിൻ്റെ പ്രകോപനത്തിൽ കൊലപ്പെടുത്തിയതെന്നാണ്. പക്ഷേ ഈ തുടർച്ചയായി കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, അത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. മാത്രമല്ല ഈ പ്രതിയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഇതിൽ പങ്കുണ്ട്, അവർക്കും അറിവുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമോ, പ്രതിപ്പട്ടികയിലേക്ക് വരുമോ? ആരോപണങ്ങൾ പലതും ഉയരുന്നുണ്ട്. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഭക്ഷണം കഴിച്ചപ്പോൾ അത് കൊടുത്തപ്പോൾ അത് കഴിക്കാതിരുന്നതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യം പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു നിഗമനം, ഈ അഖിലയും അഷ്കറും തമ്മിലുള്ള ബന്ധത്തിന് ഈ കുഞ്ഞ് തടസ്സമാകുമെന്ന് കണ്ട് ഈ കുഞ്ഞിനെ ഒഴിവാക്കുന്നതിനുള്ള തീവ്രമായ ശ്രമം
അഷ്കർ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് തുടർച്ചയായി പീഡനങ്ങൾ ഏറ്റിരുന്നത്. അതായത് സ്വാഭാവികമായി ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ്. അതായത് അപകടമുണ്ടാക്കുന്ന തരത്തിൽ പല തവണ കുഞ്ഞിനോട് പെരുമാറിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഭാഗ്യം കൊണ്ട് ഈ കുഞ്ഞ് രക്ഷപ്പെട്ട് മാറുകയായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒടുവിലാണ് തുടർച്ചയായി ക്രൂരമായ പീഡനങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒടുവിൽ കഴിഞ്ഞ 29-ാം തീയതി ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ 1.5 വയസ്സുകാരൻ എത്തിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കുടുംബം ചില പരാതികൾ കൂടി, അതായത് ഈ 1.5 വയസ്സുകാരൻ്റെ മുത്തച്ഛൻ ചില പരാതികൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചിട്ടുണ്ട്. അത് ഈ കുടുംബവുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ഈ അഖിൽ എന്ന കുഞ്ഞിൻ്റെ അച്ഛനെയും അഖില എന്ന അമ്മയെയും ഇവർ തമ്മിൽ പരിചയപ്പെടാൻ കാരണക്കാരിയ ഒരു ഡാൻസ് ടീച്ചറുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ആരോപണങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് കൂടി പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് വിവരം. അതേസമയം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ അവരെക്കുറിച്ചൊരു വിവരവും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നെടുമങ്ങാട്ടെ ആ കൊലപാതകം കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ചതാണ്. ഇത്രയും ക്രൂരകൃത്യം ചെയ്തവർക്ക്, പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ സ്വീകരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.